നമ്മൾ വെറുതെ ഒരു അക്കൗണ്ട് ഉണ്ടാക്കി രാവിലെ ഗുഡ് മോർണിംഗ് ഇടും, അങ്ങനെ നോക്കി തുടങ്ങിയതാണ്. അത് കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ പറയുന്ന പോലെ ഫോളോവേഴ്സിന്റെ എണ്ണം കൂടി തുടങ്ങി. അപ്പോൾ എനിക്ക് മെസ്സേജ് വന്നു തുടങ്ങി കുറച്ച് ഫോട്ടോഗ്രാഫേഴ്സിന്റെ ഒക്കെ, ബ്രോ ഒരു കൊളാബ് ചെയ്താൽ കൊള്ളാം. ഞാൻ ചോദിച്ചു വൈ നോട്ട്, കാരണം അവർക്ക് അത് ഹെൽപ്ഫുൾ ആണ്, എനിക്ക് 2 നല്ല ഫോട്ടോയും കിട്ടും. അങ്ങനെ ഇടുന്ന കുറച്ച് ഫോട്ടോസ് മാത്രമേ ഉള്ളൂ എൻ്റെ കയ്യിൽ. അല്ലാതെ പെയ്ഡ് ഷൂട്ടോ അല്ലെങ്കിൽ ഒരു ഫോട്ടോഷൂട്ട് മോഡലിംഗ് അങ്ങനെ ഒരു പരിപാടിയേ ഇല്ല. ഓക്കെ, നമ്മൾ ഫുൾ ഡാൻസ് ഇതൊക്കെ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഓക്കെ, ഈ ബിഗ് ബോസിലേക്ക് ഞാൻ വരുമ്പോൾ തീരെ കണ്ടിട്ടില്ല എന്നല്ല കേട്ടോ, ചെറിയ ഷോർട്സും കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ആപ്പിൾ അതൊക്കെ ഞാൻ കണ്ടിരുന്നു. അപ്പൊ ബിഗ് ബോസിലേക്ക് വിളിച്ചപ്പോ ഫസ്റ്റ് എന്തായിരുന്നു ഒരു തോട്ട്, പോണോ വേണ്ടേ? അങ്ങനെ ആണോ? എന്നിട്ട് അത് കോള് വൈ എന്തുകൊണ്ടാണ് നോ പറയാനുള്ള കാര്യം? അതിന് മുന്നത്തെ സീസൺസ് കണ്ടിട്ടാണോ അതോ? അല്ലല്ല, ഞാൻ ആക്ച്വലി ഇപ്പൊ എന്റെ എവിടെ നോക്കിയാലും എന്റെ പ്രൈവറ്റ് ലൈഫ് ഞാൻ എവിടെയും എക്സ്പ്ലോർ ചെയ്തിട്ടില്ല ഇതുവരെ. ഇപ്പൊ എന്റെ ഫാമിലി ലൈഫ് അല്ലെങ്കിൽ എന്റെ പേഴ്സണൽ തിങ്സ് അങ്ങനെയൊന്നും ഞാൻ ഇതുവരെ എക്സ്പ്ലോർ ചെയ്തല്ല, അത് എക്സ്പ്ലോർ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. സോ ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം ഇതിനൊക്കെ ഓപ്പൺ ആയി കാണിക്കുന്നതാണ്. ഇപ്പോൾ ഫാമിലി അല്ലെങ്കിൽ നമ്മുടെ ഇന്നർ ക്യാരക്ടർ ഇതെല്ലാം കാണിക്കുന്ന ഒരു റിയാലിറ്റി ഷോ ആണ്. അപ്പോൾ അതിനകത്തേക്ക് എനിക്ക് കോൾ വന്നപ്പോൾ വേണ്ട എന്ന് തന്നെയായിരുന്നു എൻ്റെ ഒരു ഡിസിഷൻ. അപ്പോൾ അതായിരുന്നു ഡിസിഷൻ ആക്ച്വലി. പിന്നെ അവർ വിളിച്ചു ഒരുപാട്. അതൊക്കെ കഴിഞ്ഞ് ഞാൻ ബാംഗ്ലൂരായിരുന്നു ന്യൂ ഇയറിന്റെ സമയത്ത്. അപ്പോഴാണ് പറയുന്നടാ ഒരു ഓഡീഷനായിട്ട് കരുതണ്ട, ഒരു മീറ്റപ്പ് ഉണ്ട്, അത് വെറുതെ കയറുന്നു പറഞ്ഞു. അപ്പം ഞാനത് കയറിയപ്പോൾ എൻ്റെ അടുത്ത് ഇങ്ങനെ അവരിങ്ങനെ ഒരു ഇന്റർവ്യൂ പോലെ ഇങ്ങനെ കുറച്ച് ചോദ്യങ്ങളൊക്കെ ചോദിച്ചു. അപ്പം ഞാനിങ്ങനെ എനിക്ക് ആക്ച്വലി താല്പര്യം തോന്നിയില്ല. ഞാനിങ്ങനെ പറഞ്ഞു ഓക്കെ അതാണ് എൻ്റെ സംഭവം, ഞാൻ അങ്ങനെ ഒന്നും ചെയ്യില്ല, ഞാൻ ഇങ്ങനെയാണ്, ഇങ്ങനെ പറ്റുള്ളൂ എന്നുള്ള രീതിയിലൊക്കെ സംസാരിച്ചു. അറ്റ് ദ എൻഡ് അവിടെ നിന്ന് എൻ്റെ കൂട്ടുകാർ സംസാരിച്ചു ഓഡിഷൻ കഴിഞ്ഞപ്പോൾ. പിന്നെ വിചാരിച്ചു എന്താ പോയാൽ കുഴപ്പം, എല്ലാവരും പോകുമ്പോൾ എല്ലാവരും ഫാമിലി ലൈഫ് അല്ലെങ്കിൽ ഒരു പേഴ്സണൽ ലൈഫ് എക്സ്പ്ലോർ ചെയ്യണമെന്നില്ല, ആ റിയാലിറ്റി ഷോ അങ്ങനെ മാത്രം ആക്കണം എന്നില്ല. ഞാൻ പോയി എനിക്ക് എൻ്റെതായിട്ടുള്ള ഇപ്പോൾ ഞാൻ അതിനകത്ത് ചെല്ലാനുള്ള കാരണം ഒന്ന് എല്ലാ മലയാളീസും ഒറ്റുനോട്ട് കാണുന്ന ഒരു റിയാലിറ്റി ഷോ ആണ്. അതിലെൻ്റെ ആക്ടിങ് വൈസോ ഡാൻസിങ് വൈസോ എന്തെങ്കിലും എനിക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ഏറ്റവും നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നി. പിന്നെ ഞാൻ വിചാരിച്ചു വൈ നോട്ട്, നമുക്ക് അത് കൊടുക്കാം. മറ്റുള്ള ഫാമിലി കാര്യങ്ങളൊക്കെ ഒന്ന് ഫാമിലി എന്നല്ല അതിൻ്റെ പേഴ്സണൽ കാര്യങ്ങൾ നമുക്ക് അതിൽ നിന്ന് മാറ്റിയെടുത്തിട്ട് നമുക്ക് ഇത് കൊടുക്കാം എന്ന്. പിന്നെ എവിടെയെങ്കിലും അതിൽ പേഴ്സണലൈസ്ഡ് ആവും ആ ഒരു റിയാലിറ്റി ഷോ. ഒരു പോയിന്റ് കഴിയുമ്പോൾ അത് പേഴ്സണലൈസ്ഡ് ആവും. ഞാൻ വിചാരിച്ചു അത് കുഴപ്പമില്ല, നമുക്ക് നോക്കാം. കൂടുതൽ റംസാൻ കേറിയപ്പോൾ ഡാൻസ് കളിക്കുന്നു, ഡാൻസ് പഠിപ്പിക്കുന്നു, എല്ലാം ചെയ്യുന്നുണ്ടായിരുന്നല്ലോ. അതെ, രാവിലെ യോഗ തൊട്ട് വൈകുന്നേരം എല്ലാം ഉണ്ടായിരുന്നു. അപ്പോ ഞാൻ അങ്ങനെ അതിനെ കണ്ടത്, അതുകൊണ്ട് തന്നെയാണ് ഭീഷ്മയിൽ കയറിയതും ഇപ്പൊ ഇവിടെ ഇരിക്കുന്നത്. അപ്പോൾ അറ്റ് ദ എൻഡ് ഞാൻ ചൂസ് ചെയ്തത് കറക്റ്റ് ആയിരുന്നു എന്ന് എനിക്ക് തോന്നി. കാരണം ഞാൻ അതിൻ്റെ ഉള്ളിൽ ഫോക്കസ് ചെയ്ത കാര്യം അതായിരുന്നു. അല്ലെങ്കിൽ 100 ദിവസം നിൽക്കാനോ ഓഡിയൻസിന്റെ വോട്ട് കിട്ടാനോ അതിന് വേണ്ടിയിട്ട് ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നില്ല. നമുക്ക് ഇപ്പൊ ഡാൻസ് കളിക്കാൻ പറ്റും, ഓക്കെ വി ക്യാൻ ഡാൻസ്. പഠിപ്പിക്കാൻ പറ്റും, പഠിപ്പിക്കാം. ആക്ടിങ് ആണോ, ട്രൈ ചെയ്യാം, അത്രേ ഉണ്ടായിരുന്നുള്ളൂ. ക്യാരക്ടർ വരുമ്പോൾ അതിന് 100% കൊടുക്കുക. കൂടുതൽ എനിക്ക് ഗെയിംസ് ഭയങ്കര ഇഷ്ടമായിരുന്നു. അവിടെ ഫിസിക്കൽ ഗെയിംസ് ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. കാരണം അവിടുത്തെ ഫിസിക്കൽ ഗെയിംസിൽ എവിടെയെങ്കിലും ഒരു കുറച്ച് ബുദ്ധി ഉപയോഗിക്കണം, അപ്പോൾ അത് ഉപയോഗിക്കാൻ പറ്റുമോ നോക്കാം. പിന്നെ ഫിസിക്കലി നമുക്കത് കളിക്കാം. അങ്ങനെ ഞാൻ ഭയങ്കര ആക്റ്റീവ് ആയിരുന്നു. എനിക്കതായിരുന്നു എൻ്റെ ഉദ്ദേശം അതായിരുന്നു. ഞാനത് മനോഹരമായിട്ട് നടത്തി. ഫൈനൽസിലേക്ക് എത്തുന്നൊക്കെ വിചാരിച്ചു. എവിടെ 25 ദിവസം അത് ഞാൻ വേഗം തിരിച്ചു വരാന്ന് പറഞ്ഞ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. ഇപ്പോഴും ഒരു കടം ബാക്കിയുണ്ട്. എൻ്റെ കൂട്ടുകാർക്ക് ഞാൻ പറഞ്ഞു എടാ 25 ദിവസമാണ് എന്റെ ടാർഗറ്റ്, അത് കഴിഞ്ഞ് 50 ദിവസമായി കഴിഞ്ഞാൽ നിങ്ങളെ കൊണ്ട് ട്രിപ്പ് പോവാന്ന് പറഞ്ഞു. ആ ട്രിപ്പ് ഇപ്പോഴും പോയിട്ടില്ല. ആണല്ലേ, നിങ്ങൾ പിടിച്ചോളൂ. ഓക്കെ. അപ്പോ അതുകൊണ്ട് തന്നെ ഒട്ടും അടുത്ത ദിവസം ഞാൻ ഔട്ട് ആവുമെന്നുള്ള ഒരു ടെൻഷനോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ ഓഡിയൻസിന്റെ അടുത്ത് ഓഡിയൻസ് എനിക്ക് വോട്ട് ചെയ്യോ, പുറത്ത് എന്താണ് എനിക്ക് സപ്പോർട്ട് ഉണ്ടോ, അങ്ങനെയുള്ള ഒരു സംഭവം ഒന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഫ്രീ ആയിട്ട് അതുകൂടെ നടക്കുമായിരുന്നു. പലരും ടെൻഷൻ അടിച്ചിരിക്കുന്നത് ഞാൻ കാണാറുണ്ട്. അപ്പോഴൊക്കെ ഞാൻ ഫ്രീ ആയിരുന്നു. അതൊരു സന്തോഷം. ഓക്കെ. റംസാൻ അപ്പൊ ശരിക്കും അതിന്റെ ഉള്ളിൽ ഇരിക്കുമ്പോ എന്തായിരിക്കും പുറത്ത് നടക്കുന്നതെന്നൊക്കെ ഉള്ള ഒരു തോട്ട് ഉണ്ട്, ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു ബിഗ് ബോസ് ഹൗസിന്റെ ഉള്ളിൽ? ഇല്ല, പുറത്ത് എന്ത് സംഭവിക്കുന്നുള്ളത് ഈ ഇമേജ് കോൺഷ്യസ് ആയിട്ടുള്ള കുറച്ച് പേര്, അല്ലെങ്കിൽ എനിക്ക് പുറത്ത് വോട്ടുണ്ടോ സപ്പോർട്ട് ഉണ്ടോ എന്നൊക്കെ ചിന്തിച്ച് അവിടെ 100 ദിവസം തയ്ക്കാൻ ആഗ്രഹമുള്ള കുറേ പേരായിരുന്നു. എൻ്റെ അടുത്ത് ബിഗ് ബോസ് തന്നെ ചോദിച്ചിട്ടുണ്ട് വിന്നർ ആവണ്ടേ. ഞാൻ പറഞ്ഞു വേണ്ട, എനിക്ക് വിന്നർ ആവണ്ട. ആ റിയാലിറ്റി ഷോയിൽ വിന്നർ ആയിക്കഴിഞ്ഞാലും ഇല്ലെങ്കിലും എനിക്ക് എന്ത് കൊടുക്കാന്നുള്ളത് പറ്റും. അതിപ്പോൾ വിന്നർ ആയതുകൊണ്ടാണ് ഇത് കൊടുക്കുന്നത് അങ്ങനെയൊന്നുമില്ല.